നരേന്ദ്രമോദി അത്ര പുണ്യവാനാണോ? അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ മഹാരാഷ്ട്രയിൽ പ്രചാരകനാണ്. അന്ന് ഗുജറാത്ത് കലാപം നടക്കുന്നു. ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ ചുട്ടുചാമ്പലാക്കിയ സ്വയം സേവകർക്ക് അന്തേരി കാര്യാലയത്തിൽ സ്വീകരണം കൊടുത്തവരിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കണം. ഈ നാട്ടിലെ RSSകാർ കേൾക്കണം. 7 സ്വയം സേവകന്മാർ ഒരു ഗ്രൂപ്പായി ഗാന്ധിജി ജനിച്ച പോർബന്ദറിനടുത്ത് ഒരു വീട്ടിൽ കയറി. ഗണപതിന്റെ ചിത്രമുള്ള വീട് വെള്ളം കുടിക്കാൻ കയറിയതാ. വാതിൽ മുട്ടിയപ്പോ തുറന്നു വന്നത് ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ. കാരണം മുന്നേ താമസിച്ചത് ഹിന്ദു കുടുംബ. അപ്പോ ഇവര് താമസിച്ചപ്പോ ഗണപതിന്റെ ഫോട്ടോ കളഞ്ഞില്ല, അവിടെ തന്നെ വെച്ചു. ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ. വെള്ളം വേണമെന്ന് പറഞ്ഞു സ്വയം സേവകന്മാർ. ഈ ഉമ്മ പൂർണ്ണ ഗർഭിണിയല്ലേ, പതുക്കെ നടന്ന് അടുക്കളയിൽ ചെന്ന് ഒരു വലിയൊരു പ്ലേറ്റിൽ 7 ഗ്ലാസ് വെള്ളവുമായി തിരിച്ചു വരുമ്പോ ഈ സ്വയം സേവകർക്കൊരു ഫോൺ കോൾ. എന്താ ഫോൺ കോൾ? സ്ത്രീകളെയും കുട്ടികളെയും കണ്ടാൽ വെറുതെ വിടാൻ പാടില്ല. ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ആ പൂർണ്ണ ഗർഭിണിയായ ഉമ്മയെ ഇവർ കസേരയിൽ കെട്ടിയിട്ടു. എന്നിട്ട് കൊണ്ടുവന്ന തൃശൂലമെടുത്ത് ആ പൂർണ്ണ ഗർഭിണിയുടെ നിറവയറിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കി ഒരു തിരിതിരിച്ച് പുറത്തേക്കെടുത്തു. രക്തം പൊട്ടിയൊലിച്ച് തൽക്ഷണം ആ ഉമ്മ അവിടെ മരിച്ചു വീണു. എന്താ ഉമ്മ ചെയ്ത തെറ്റ്? ഒരു ഇസ്ലാമായി പോയി. ആ തൃശൂലത്തിന്റെ മുനമ്പിൽ ആ ഉമ്മയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഭ്രൂണമുണ്ടായിരുന്നു. മറ്റൊരു വീട്ടിൽ കടന്നു ചെന്നപ്പോ അവിടെ ഒരു ഉമ്മ മുറ്റമടിക്കുന്നു. 4 കുട്ടികളും ചുറ്റും കളിക്കുന്നു. വന്ദേ മാതരവും ഓം കാളിയും വിളിച്ചു വരുന്ന ഈ കലാപകാരികളെ കണ്ട് ഈ കുട്ടികൾ അകത്ത് കട്ടിലിനടിയിൽ പോയി ഒളിച്ചു. തട്ടം മാറ്റി തലമുടി പിടിച്ച് വലിച്ചടിച്ച് ഈ ഉമ്മയെ ഒരു റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. ഈ കട്ടിലിനടിയിൽ കിടക്കുന്ന 4 കുട്ടികളെയും ഇവർ കഴുത്തിന് പിടിച്ച് പുറത്തേക്കെടുത്തു. അതിലൊരു കുട്ടി മാത്രം നിലവിളിക്കുന്നില്ല, പൊട്ടിക്കരയുന്നില്ല. എന്താ കാരണം? ആ കുട്ടിക്ക് ജന്മന സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുട്ടിയാ. ആ 4 കുട്ടികളെയും വീടിന്റെ അടുത്തുള്ള സെപ്റ്റി ടാങ്ക് കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന് ആ സെപ്റ്റി ടാങ്കിലിട്ട് മൂടി ആ 4 കുട്ടികളെയും. ഇവിടെ ഇപ്പൊ എഴുതി തന്നത് ഞാൻ വായിക്കാം. സുബഹിന് കഴിയുമെങ്കിൽ വേദിയിലേക്ക് ക്ഷണിച്ച് ഞങ്ങളെ പരിചയപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ആ 4 കുട്ടികളും ശ്വാസം മുട്ടിയിട്ടല്ലേ മരിച്ചിട്ടുണ്ടാകുക? ആ ഉമ്മയെ വാതിൽ തുറന്ന് 7 പേരും മാറി മാറി ബലാത്സംഗം ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്ന പെട്രോൾ ആ ഉമ്മയുടെ തലയിൽ ഒഴിച്ചിട്ട് പറഞ്ഞു, ഇനിയൊരു കുട്ടിക്ക് ജന്മം നൽകാൻ നിനക്ക് കഴിയാതെ പോവട്ടെ എന്ന് പറഞ്ഞ് പച്ചക്ക് കത്തിച്ചു ആ ഉമ്മയെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അന്ന് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. മറ്റൊരു വീട്ടിൽ കടന്നു ചെന്നപ്പോ ഒരു വൃദ്ധയായ ഒരു ഉമ്മ, നരേന്ദ്രമോദിയുടെ അമ്മയുടെ പ്രായമുള്ള ഒരു ഉമ്മ, തനിച്ച് വീട്ടിൽ വാതിൽ തുറന്ന് സ്വയം സേവകന്മാർ പറഞ്ഞു, ഇവിടത്തെ സമ്പാദ്യങ്ങളൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല, എന്റെ മകൻ ജോലിക്ക് പോയിരിക്കുക. നിങ്ങൾ ആരാണ്? എന്തിനാണ് വന്നത്? എന്തിനു വന്നു? ഈ ഉമ്മയെ ഇവർ ബലമായി പിടിച്ച് ജനലിൽ ഇങ്ങനെ കെട്ടിയിട്ടു. ഉമ്മക്കാകെ ഭയന്ന് ഉമ്മ പറഞ്ഞു, എനിക്ക് വെള്ളം വേണം, എനിക്ക് വെള്ളം തരൂ എന്ന് പറഞ്ഞപ്പോ ഇവരെന്താ ചെയ്തെന്നറിയോ?
RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ചുരിക, എസ്സാകൃതിയിലുള്ള കത്തി. അതിന്റെ പ്രത്യേകത ഇരുതല മൂർച്ചയുള്ള കത്തിയാണ്. അതിങ്ങനെ കുത്തി ഒരു തിരിതിരിച്ച് പുറത്തേക്കെടുത്താൽ ഓപ്പറേഷൻ പോലും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള അതിക്രൂരമായ ആയുധമായ ചുരികയെടുത്ത് ഈ ഉമ്മയുടെ പ്രായമുള്ള, നരേന്ദ്രമോദിയുടെ അമ്മയുടെ പ്രായമുള്ള ഉമ്മയെ കുത്തി അതിൽ നിന്ന് ഉറ്റിറ്റു വീഴുന്ന രക്തം ഒരു ഗ്ലാസിൽ പകർത്തി. ആ ഗ്ലാസ് ആ രക്തം കൊണ്ട് നിറഞ്ഞപ്പോ ഈ ഉമ്മയോട് പറഞ്ഞു, ഇത് കുടിച്ചോളം പറഞ്ഞു. അവസാന തുള്ളി രക്തവും താഴെ വീണ് ഉമ്മ മരിച്ചു എന്നുറപ്പാക്കിയപ്പോഴാ ആ കലാപകാരികള് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങൾ ഓർക്കുക, എന്താ ആ ഉമ്മ ചെയ്ത തെറ്റ്? ഒരു ഇസ്ലാമായി പോയി. അങ്ങനെയുള്ള RSSകാരനായ നരേന്ദ്രമോദിക്ക് മതനിരപേക്ഷതയുണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയെങ്കിൽ അത് തെറ്റ് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. എന്താ നരേന്ദ്രമോദി ഈ ഭരണത്തിൽ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇപ്പൊ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, പൗരത്വ നിയമം. നരേന്ദ്രമോദിയോട് ഒരാൾ ചോദിച്ചു, വിവരാവകാശ രേഖ പ്രകാരം ചോദിച്ചു, നരേന്ദ്രമോദിയുടെ പൗരത്വം എങ്ങനെയാ തിരിച്ചറിയാ? അപ്പൊ പറഞ്ഞു അദ്ദേഹം ജന്മനാ ഇന്ത്യക്കാരനാണെന്ന്. ജന്മന അന്ധൻ, ജന്മന മൂകൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ജന്മന ഇന്ത്യക്കാരനെന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. എന്താണ് അദ്ദേഹം ഈ രാജ്യത്ത് കൊടുത്ത സമൃദ്ധി? എന്താണ്? വന്നപാട് പറഞ്ഞു പശു അമ്മയാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മ ചിലപ്പോ പശുവായിരിക്കും, നമ്മളെ അമ്മ പശുവാണ്. ആ പശുവിന്റെ പേരിൽ മാത്രം ഈ രാജ്യത്ത് നടന്ന കലാപത്തിൽ 200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. രാജ്യം മുഴുവനും തെണ്ടി നടക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് നരേന്ദ്രമോദി മാത്രമാണ്. ഏറ്റവും കൂടുതൽ തന്തക്ക് വിളി കേട്ട ഒരു പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം. അതല്ലേ പറയുന്നു, ചേരി ചേരാ നയത്തിന്റെ ഉപജ്ഞാതാവ് നെഹ്റു, ചേരി കാണാ നയത്തിന്റെ ഉപജ്ഞാതാവ് നരേന്ദ്രമോദി. പുള്ളിക്കാരന്റെ PAയും പ്രത്യേക സ്വഭാവക്കാരനാണെന്നാ പറയുന്നത് കേട്ടു. പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഒരു ഗ്ലോബ് ഉണ്ട് പോലും, ഒരു ഭൂമി അതിങ്ങനെ തിരിക്കും PA. അപ്പൊ നരേന്ദ്രമോദി വന്നൊരു കോമ്പസ് എടുത്ത് ഈ ഗ്ലോബിൽ ഇങ്ങനെ കുത്തും. അത് അഫ്ഗാനിസ്ഥാനിലാണ് പോയതെങ്കിൽ പുള്ളി അപ്പൊ തന്നെ രാവിലെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകും. പിറ്റേ ദിവസം കുത്തുമ്പോൾ ചൈനയിലാണെങ്കിൽ ചൈനയിൽ പോകും. അതെല്ലാം കൂടി അരിപ്പ പോലെ ആയി പോലും. ഇപ്പോ കുത്തി ഇപ്പൊ ഇനി കുത്താനുള്ള സ്ഥലമൊന്നും ബാക്കിയില്ല. രാജ്യം മുഴുവൻ പോയി. ഞാൻ പറയുന്നത് നമ്മളെ മഹല്ല് കമ്മിറ്റി, ഞാൻ വേണേ ഒരു 1000 രൂപ തരാം. ചൈനയിൽ പോട്ടെ, വുഹാനിൽ പോട്ടെ, ഒരു 2 ദിവസം അവിടെ നിൽക്കട്ടെ. നരേന്ദ്രമോദിയെ നമുക്കൊന്ന് വുഹാനിലേക്ക് യാത്രയയക്കാം. ചൈനയിൽ രാജ്യം രക്ഷപ്പെട്ടു പോയില്ലേ? അപ്പൊ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് സമൃദ്ധിയാണ് നരേന്ദ്രമോദി തന്നത്? നിങ്ങൾ ഈ പണം നിരോധിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ. പണം നിരോധിച്ചതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരാൾ ഞാനും നിങ്ങളും എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഇതാരെ ലക്ഷ്യമാക്കിയിട്ടാണെന്ന് അറിയുന്നത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് ഈ പണം നിരോധിച്ചത്. മനസ്സിലാക്കിയിട്ടുണ്ട? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട കച്ചവടം നടത്തുന്നത് മുസ്ലിങ്ങളാ, മുസ്ലിം സഹോദരന്മാരാ. ആ ചെറുകിട കച്ചവടത്തെ പരിപൂർണമായി നശിപ്പിക്കുവാനാണ് ഈ പണം അങ്ങ് നിരോധിച്ചു കളഞ്ഞത്. സംഭവിച്ചില്ലേ? ആരെ കയ്യിലെങ്കിലും പൈസയുണ്ടോ? എന്തായിരുന്നു പറഞ്ഞത്? കള്ളപ്പണം തിരികെ കൊണ്ടുവരും. ഇവര് തന്നെ നോട്ടടിച്ച് കൊടുക്കാൻ തുടങ്ങി. കൊടുങ്ങല്ലൂര് ഉള്ളിസുരുവിന്റെ നേരെ ഒരു സുഹൃത്ത്, പുള്ളിക്കാരൻ പറഞ്ഞു, മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ പുള്ളിക്കാരൻ ഒരു ചെറിയൊരു പരിപാടി നടത്തി. എന്താ? പൈസ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് അടിക്കുക. മേക്കിംഗ് ഇന്ത്യ പിടിച്ചല്ലോ. അപ്പൊ പറഞ്ഞു നരേന്ദ്രമോദിയുടെ മേക്കിംഗ് ഇന്ത്യ പദ്ധതി നടപ്പിലാക്കിയതാണ്. ഇതല്ലേ ഭരണത്തിന്റെ അവസ്ഥ? ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി RSSകാരനായ നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റൂ? ആർക്കെങ്കിലും പറയാൻ പറ്റൂ? ലോകത്തെല്ലാം, രാജ്യത്തെല്ലായിടത്തും കക്കൂസ് ഉണ്ടായി കൊടുത്തു. ഭക്ഷണം കൊടുക്കാത്ത കക്കൂസ് മാത്രം ഉണ്ടായി കൊടുത്തിട്ട് എന്താ കാര്യം? ഭക്ഷണം കഴിച്ചാലല്ലേ കക്കൂസ് പോവുക, അത് കഴിക്കാണ്ടായ കക്കൂസ് പോകും. ഇപ്പൊ രാജ്യത്തെങ്ങും കക്കൂസ് ഉണ്ടായി കൊടുത്തു. കേരളത്തിൽ പൗരത്വ നിയമത്തിന് അനുകൂലമായി RSSകാർ പരിപാടി നടത്തുന്നുണ്ട്. ഞാൻ ഈ അടുത്ത് നാദാപുരത്ത്
RSSകാർ ഒരു പരിപാടി നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് കാണുക. ആ പരിപാടിയിൽ സത്യം പറഞ്ഞാൽ കേൾക്കാൻ ഒരാളും 4 പട്ടികളും. പൗരത്വ നിയമത്തെ അനുകൂലിച്ചിട്ടുള്ള പരിപാടിയാ. കേരളത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? BJPന്റെ RSSന്റെ നമ്മളൊക്കെ സാധാരണ ഇപ്പൊ ഇതാ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ഇവിടെയുണ്ട്, എല്ലാ പാർട്ടിക്കാരുടെയും ആളുകൾ ഇവിടെയുണ്ട്, RSSന്റെയും BJPന്റെ ഓടിച്ചിട്ട്. എങ്ങനെയാ നമ്മൾ ജില്ലാ സെക്രട്ടറിനെയും ജില്ലാ പ്രസിഡന്റിനെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം അല്ലെ? പക്ഷെ BJPന്റെ എങ്ങനെയാണെന്ന് അറിയുന്നത്? BJPന്റെ ഒരു പ്രത്യേക തരത്തിൽ ഈ തവണ മത്സരം ഭയങ്കര കടുപ്പായിരുന്നു. ശോഭാ സുരേന്ദ്രൻ, ഉള്ളി സുരു, MT രമേശ്, അങ്ങനെ ഭയങ്കര മത്സരം, കടുത്ത മത്സരമായിരുന്നു. എന്താ, എങ്ങനെയാ BJPന്റെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക? ഏറ്റവും കൂടുതൽ മണ്ടത്തരം ആരാണോ പറയുന്നത് അയാളാണ് സംസ്ഥാന പ്രസിഡന്റ്. മഞ്ഞൾ ശോഭ പറഞ്ഞു, ഞാൻ 8 സെന്റിൽ മഞ്ഞൾ കൃഷി ചെയ്ത് കോടികൾ ഉണ്ടാക്കി. അപ്പൊ ഞാൻ എന്നല്ലേ മണ്ടൻ? ഉള്ളി സുരു പറഞ്ഞു, ഞാൻ ചെടിച്ചട്ടിയിൽ കൊടി നാട്ടി. ഞാനല്ലേ മണ്ടൻ? അവസാനം തിരുമണ്ടനെ തെരഞ്ഞെടുത്തു, സംസ്ഥാന പ്രസിഡന്റായി ഉള്ളി സുരു അല്ലേ? ഞാൻ പറയുന്നത് അതിനേക്കാളും അർഹതയുള്ള ഒരാൾ നമ്മളെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ആരാന്നറിയുന്നത്? നമ്മുടെ ഗവർണർ ആരിഫ് ഖാൻ. പുള്ളിക്ക് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ ഏറ്റവും അർഹതയുള്ള ഒരാൾ. ഇവരെക്കാളും പൊട്ടനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെല്ലാം വിടുവായത്തങ്ങളായി ഇവർ പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സദസ്സിൽ വെച്ച് പറയുന്നു, ഈ ലോകത്താദ്യമായി പ്ലാസ്റ്റിക് സർജറി നടത്തിയത് ഇന്ത്യയിലാണെന്ന്. എങ്ങനെയാണെന്നറിയുന്നത്? ആനേന്റെ കഴുത്തറുത്തിട്ട് തലയറുത്തിട്ട് ഗണപതിക്ക് വെച്ചതാണ് പോലും ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെയുള്ള കൂട്ടർ ഈ രാജ്യം ഭരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ പറഞ്ഞു തരേണ്ടതുണ്ടോ? അതല്ലേ നടക്കുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു വികസനം നടക്കുന്നുണ്ടോ? പൗരത്വ നിയമം ലോകസഭയിലും രാജ്യസഭയിലും പാസാക്കിയപ്പോൾ ആദ്യമായി ഒരേലയോളം വലിപ്പമുള്ള ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ നിയമം ഈ കേരളത്തിൽ നടപ്പിലാവില്ല. അതിലെല്ലാ പ്രതിപക്ഷങ്ങളുമെല്ലാം അതിനൊറ്റക്കെട്ടായി നിന്ന് ആ നിയമത്തെ എതിർത്തു ഈ കേരളത്തിൽ.